ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ മാഞ്ചസ്റ്ററിലെ മറ്റൊരു ദിവസം. അപ്പോൾ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഷോർട്ട് വിസിറ്റ് നടത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ വിജയദശമിയുടെ ദിവസമാണ്, കുഞ്ഞുങ്ങളെ എഴുത്തേണ്ട ദിവസം. അപ്പോൾ പൂജയൊക്കെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പൂജ നേരത്തെ തന്നെ വെക്കുമല്ലോ, നമ്മൾ പൂജ വെക്കുന്നൊരു ദിവസമുണ്ട്, പൂജ എടുക്കുന്ന ദിവസമുണ്ട്. 3 നേരം പൂജ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം, അതായത് മൂന്നാമത്തെ പൂജയാണ് അന്ന്. ഇന്നിപ്പോൾ പൂജ എടുക്കുന്ന ദിവസമാണ്. ഇന്നാണ് നമ്മുടെ ആദ്യ അക്ഷരങ്ങളൊക്കെ കുറിക്കുന്നത്. അപ്പോൾ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ താഴെ കിച്ചണിലേക്ക് പോകണം. കുറച്ച് കാര്യങ്ങൾ, ചുണ്ടൽ, ഇവിടുത്തെ രീതിയിൽ ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട്, അതുപോലെ ഫ്രൂട്ട്സ് ആണെങ്കിലും ഒരു തിരുമധുരം ഫ്രൂട്ട്സ് വെച്ചിട്ട്, പിന്നെന്താ ഒരു പായസം. സാധാരണ അരവണ പായസമാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ ഇവിടെ അരവണ പായസം ആർക്കും ഇഷ്ടമല്ല. കുഞ്ഞുങ്ങൾക്കെല്ലാം പാൽ പായസം അല്ലെങ്കിൽ വേർമിസിലേക്ക് ഇഷ്ടം. അതുകൊണ്ട് സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താഴേക്ക് പോകണു. അപ്പോൾ താഴത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ കുറച്ച് കാണിച്ചു തരാം. അത് കഴിഞ്ഞാൽ പിന്നെ പൂജ വയ്ക്കാൻ പോകുന്നു, പൂജ എടുക്കുന്ന സമയം. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സെറ്റ് മുണ്ടും അല്ല, ഞാൻ സെറ്റ് സാരിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സെറ്റ് സാരി എല്ലാം കൊടുത്തിട്ട് ഡ്രസ്സ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഡ്രസ്സിങ്ങിൻ്റെ ഒരു സ്റ്റേജിലും ആയിട്ടില്ല. ഓക്കെ. ഇതാണ് പുറത്തെ വെതർ. ഓക്കെ, വലിയ കുഴപ്പമില്ല. ഇന്ന് മഴക്കോളൊന്നുമില്ല, നല്ല ക്ലിയറാണ് സ്കൈ. എല്ലാവരും വീട്ടിലുണ്ടെന്ന് അവധി ദിവസമാണല്ലോ. കുട്ടികളെല്ലാം നല്ല എക്സൈറ്റഡ് ആണ് ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ മുറിയിൽ നിന്ന് ഞാൻ കിച്ചണിലെത്തിക്കഴിഞ്ഞു. ഇവിടെ സാധാരണയായിട്ട് എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും വാങ്ങി വയ്ക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ആവശ്യാനുസരണം നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ട് തിരുമധുരം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അതാണ് എൻ്റെ പ്ലാൻ കേട്ടോ. അപ്പോൾ ആപ്പിളൊക്കെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചുണ്ടലിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കടല വെള്ളത്തിലിട്ട് കുതിർത്ത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം ഇവിടെ വേവിച്ച കടല തന്നെ കിട്ടും, നന്നായിട്ട് കുക്ക്ഡ് ആയിട്ടുള്ള ചിക്പി കിട്ടും. സാധാരണയായിട്ട് ടിൻഡായിട്ടാണ് പാർവതി വാങ്ങാറ്. ഇപ്പോഴത്തെ ടെട്രാ പാക്കിലും വാങ്ങി വെച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. പിന്നെ എല്ലാ ഫ്രൂട്ട്സും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് എടുക്കാം. അതായത് കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഓറഞ്ച്, ഗ്രേപ്സ്, പഴം, ആപ്പിൾ എല്ലാം കൂടി ചേർന്നിട്ട് എല്ലാ ഫ്രൂട്ട്സും ഞാൻ നന്നായിട്ട് അരിഞ്ഞു നോക്കിയേ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ, പഞ്ചസാര ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ, കുറച്ച് കൂടുതൽ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഒരു മധുരം ഉണ്ടല്ലോ. പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യ്, 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്താലും ടേസ്റ്റ് കൂടുകയുള്ളൂ. കുറച്ച് ഹണി ഞാൻ ഒരുപാട് ചേർക്കുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് കൂടി കൊടുക്കാനുള്ളത് കൊണ്ട് ഒത്തിരി ഹണി വേണ്ട. കുറച്ച് ഹണിയും കൂടി മിക്സ് ചെയ്യുന്നു. ഇനി നല്ലൊരു മിക്സിങ് കൊടുത്തു കഴിഞ്ഞാൽ തിരുമധുരം ഇസ് റെഡി. അത് കുറച്ച് നേരം ഇരിക്കുമ്പോഴാണ് കറക്റ്റ് ആകുന്നത്. വേവിച്ച കടല നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ഊറ്റി വെച്ചിരിക്കുന്നു. ഇനി അതൊന്ന് താളിച്ചാൽ മതി. താളിക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങയും ചേർത്ത് കടുക്, വറ്റൽമുളക്, കറിവേപ്പില അതെല്ലാം കൂടി ചേർത്തിട്ടാണ് താളിക്കുന്നത്. അത് താളിച്ച് കഴിഞ്ഞു. കടല ചുണ്ടൽ ഈസ് റെഡി. പിന്നെ ഒരു സൈഡിൽ സേമിയ പായസം മേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. റോസ്റ്റഡ് വെർമിസിലിയുടെ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. വളരെ തിൻ ടൈപ്പാണ്, അധികം കട്ടിയില്ലാത്ത സൈസിലുള്ള വെർമിസിലി. നല്ലതാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഇപ്രാവശ്യം പായസത്തിലേക്ക് കാഷ്യൂനട്ടിന് പകരം ചോപ്ഡ് ആൽമണ്ട്സ് ഇടാനാണ് തീരുമാനം. അപ്പോൾ നെയ്യിൽ വറുത്തുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മുടെ എന്താ പറയുക, ബദാം ആൽമണ്ട്സ്. കിസ്മിസ് ഞാൻ ഓൾറെഡി ഈ നെയ്യിൽ തന്നെ വറുത്ത് മാറ്റി വെച്ചു, എന്നിട്ടാണ് ആൽമണ്ട്സ് വറുക്കുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ പായസത്തിൻ്റെ മുകളിലേക്ക് വറുത്ത ആൽമണ്ട്സ് വിത്ത് ഗീ, ആ നെയ്യോടുകൂടി ഒഴിക്കുന്നു. പിന്നെ ബാക്കി വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കൂടി ചേർക്കുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡിയായി കഴിഞ്ഞു. പൂജയ്ക്ക് വേണ്ടത് ചുണ്ടൽ, തിരുമധുരം, പിന്നെന്താ പായസം ഒക്കെ റെഡിയായി കഴിഞ്ഞു. ഇതൊരു ട്രാൻസ്ഫോർമേഷൻ പോലെയാണ് കേട്ടോ, പെട്ടെന്നൊരു ചേഞ്ച് അല്ലേ. ഓക്കെ, മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കണ്ണാടിയും ഫിറ്റ് ചെയ്തു. ഇനി കമ്മലും കൂടി ഇട്ട് കഴിഞ്ഞാൽ മതി. സെറ്റ് സാരിയാണ്, മെറൂൺ കളറിലെ. ഓക്കെ, ഇനി പൂജയുടെ കാര്യങ്ങൾ അതിൻ്റെ ആവശ്യത്തിനായിട്ട് അങ്ങോട്ട് പോകണം. പൂജാമുറിയിലേക്ക് എല്ലാ കാര്യങ്ങളും മാറ്റിക്കഴിഞ്ഞു. പൂജാമുറി എന്ന് പറയുമ്പോൾ പാർവതിക്ക് ഓഫീസ് റൂമിൻ്റെ ഒരു ഭാഗത്താണ് പൂജാമുറിയായിട്ട് പാർവതി യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഭാഗത്ത് തന്നെയാണ് പൂജ വെച്ചിരിക്കുന്നത്. അപ്പോൾ പൂജാമുറിക്ക് ആവശ്യമുള്ള പൂജയ്ക്കുള്ള ദൈവങ്ങളുടെ പടമൊക്കെ ആയിട്ടാണ് പാർവതി കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അതെല്ലാം കൊണ്ടാണ് വന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പാർവതി ഭയങ്കര ഒരു റിലീജിയസ് പേഴ്സണാണ്. നന്നായിട്ട് അമ്പലത്തിൽ പോകാനും പ്രാർത്ഥിക്കാനും പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്നതൊക്കെ മോള് തന്നെയായിരുന്നു വീട്ടിൽ. എന്നെക്കാട്ടിലും കൂടുതൽ നന്നായിട്ട് നല്ലൊരു ഭക്തയാണ് പാർവതി. അപ്പോൾ പാർവതി തന്നെ പൂജ ചെയ്യുന്നതാണ് എനിക്കും ഇഷ്ടം, കാണാനും പൂജ വയ്ക്കുന്ന കാണാനും പൂജ ചെയ്യുന്നതും ഒക്കെ. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലല്ലല്ലോ, നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ കുറേ പരിമിതികളുണ്ടാകും.
കാര്യം അത്യാവശ്യം പൂജ വയ്ക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ അത്രയും കറക്റ്റായിട്ട് പോയി വാങ്ങാനുള്ള സ്ഥലമൊക്കെ കുറച്ച് ഉണ്ടാവും കുറച്ച് ഭാഗത്ത്. പക്ഷെ പോയി വാങ്ങാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളും കുറച്ച് പരിമിതി ഉണ്ടാവുമല്ലോ. എങ്കിലും അത്യാവശ്യം നന്നായി പൂജ വയ്ക്കാനുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഫ്രഷ് പൂക്കൾ വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അശ്വിൻ പിന്നെ 2 ബൊക്കെ തന്നെ മേടിച്ചിട്ട് വന്നു. അതിൽ നിന്നാണ് ഈ റോസാപ്പൂവും ഈ വൈറ്റ് ഫ്ലവറും ഒക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് പറ്റുന്ന പോലെയൊക്കെ ദേവിയുടെ പടവും എല്ലാം വെച്ചിട്ട് പട്ടൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പട്ട് വിരിച്ച് അതിനടിയിൽ പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെന്താ പറയുക, 2 വിളക്കുണ്ട്. അതിലൊന്ന് നെയ്വിളക്കാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയ വിഭവങ്ങളും ഒക്കെ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ നന്നായിട്ട് പൂജ വയ്ക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പാർവതി തന്നെയാണ് വിളക്ക് കത്തിക്കുന്നത്. സാമ്പ്രാണി എല്ലാം കത്തിച്ചു, നെയ്വിളക്കം കത്തിച്ചു. എല്ലാവരും തന്നെ കുളിച്ച് പുതുവസ്ത്രമൊക്കെ ധരിച്ച് ഒരു നാടൻ രീതിയിൽ, നാട്ടിലെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ ഒരു ഫെസ്റ്റിവലൊക്കെ ആഘോഷിക്കുന്നത്. എല്ലാ ഫെസ്റ്റിവലും ഇവരിങ്ങനെ തന്നെയാണ് കേട്ടോ. ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ദീപാവലി ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ ആഘോഷിക്കാറുണ്ട്. നാട്ടിലില്ലെങ്കിലും നമ്മുടെ ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ പാലിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് പാർവതി അശ്വിനും എല്ലാം. നല്ല എഫേർട്ട് എടുക്കാറുണ്ട് അത്തരം കാര്യങ്ങൾക്കെല്ലാം. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇതൊക്കെ കണ്ട് വളരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത ജനറേഷനും നമ്മുടെയൊക്കെ ട്രഡീഷണൽ ഫെസ്റ്റിവൽസും കസ്റ്റംസും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്കും അങ്ങനെ അതൊരു പ്രചോദനമാകുമല്ലോ. അപ്പോൾ ഇതൊന്നും അവരൊന്നും മറന്നു പോയില്ല. നാട്ടിലല്ലെങ്കിലും എപ്പോഴും ഒരു ഗൃഹാതുരത്വവും എന്താ പറയുക, നമ്മുടെ റൂട്ട്സ് എന്ന് പറയുമ്പോൾ ആ റൂട്ട്സ് മറക്കാണ്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ചിന്തയാണ്. ആ ചിന്ത സത്യത്തിൽ എനിക്ക് വലിയ സന്തോഷം നൽകുന്നൊരു കാഴ്ചയും കൂടിയായിരുന്നു ഇത്. അപ്പോൾ ഇനിയിപ്പോൾ അതുകൊണ്ടാണല്ലോ ഞാനും ഇവിടെ വന്നത്. അമ്മ വരണം എന്നും അമ്മ തന്നെ കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തണം എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു ഫീലാണ്. സത്യം പറഞ്ഞാൽ മനസ്സിന് ഒരുപാട് സന്തോഷം. എന്തായാലും കുഞ്ഞുങ്ങളെ 3 പേരെയും ഓരോരുത്തരായിട്ട് വിളിച്ചിട്ട് അരിയിൽ ഓം ഹരി ശ്രീ ഗണപതായി നമഃ എന്നൊക്കെ പറഞ്ഞിട്ട് കുറിപ്പിച്ചു. 1 by 1 അതിൻ്റെ ഓർഡർ അനുസരിച്ച്. യുവാനാണ് ഏറ്റവും മൂത്ത ആൾ. അപ്പോൾ യുവാന്, വിയാൻ ആൻഡ് ലയമോള്. പിന്നെ മൂത്ത ആളിനെയും ഒന്നുകൂടി ഒന്ന് എഴുത്തിന്. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ. പഠിക്കുന്ന കാലത്താണെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു ദിവസം വിദ്യാരംഭത്തിൻ്റെ അന്ന് അരിയിൽ ഇങ്ങനെ എഴുതണം എന്നാണ്. അപ്പോൾ ആയുഷ്മോനും എഴുതി. അങ്ങനെ വളരെ സന്തോഷമായി. കുട്ടികൾക്കെല്ലാം പ്രസാദമൊക്കെ കൊടുത്തു. അവരെല്ലാം ഹാപ്പി ആയിട്ട് കഴിച്ചു. അങ്ങനെ നല്ലൊരു ദിവസം, എന്താ പറയുക, വന്ന കാര്യമൊക്കെ വളരെ മംഗളമായി നടന്നു. അങ്ങനെ പൂജ സെലിബ്രേഷൻസ് എല്ലാം കഴിഞ്ഞു. ഞാനിപ്പോൾ ഗാർഡൻ്റെ ഭാഗത്ത് വന്ന് നിൽക്കുവാണ്. നല്ലൊരു ഫങ്ഷനായിരുന്നു. ചെറിയ രീതിയിലാണെങ്കിലും ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര ഹാപ്പിയായി. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഒരു ഷോർട്ട് ട്രിപ്പിന് വന്നത്. പാർവതിയുടെ അശ്വിൻ്റെയൊക്കെ ഒരു ആഗ്രഹമാണ്. പിന്നെ എനിക്കൊരു ഭാഗ്യം തന്നെയല്ലേ എൻ്റെ ചെറുമക്കളെ ഇങ്ങനെ എഴുത്തിനിരുത്താൻ പറ്റുക എന്നുള്ളത്. ഈ വർഷം അതുകൊണ്ട് ട്രിവാൻഡ്രത്തുള്ള പരിപാടികളൊന്നും പങ്കെടുക്കാൻ പറ്റില്ല. സാധാരണ ഞാനിങ്ങനെ എഴുത്തിനൊക്കെ പോകുന്ന ആൾ തന്നെയായിരുന്നു. കുറേ കുട്ടികളെ അക്ഷരം എഴുതിക്കാറുണ്ട്, ആദ്യ അക്ഷരം. പക്ഷെ ഇപ്രാവശ്യം അതിന് പകരം നമ്മുടെ സ്വന്തം കൊച്ചുമക്കളെ ആദ്യാക്ഷരം കുറിപ്പിച്ചു. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ വെതറിനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല വെതർ, നല്ല തണുപ്പ്. ഒരു 12-13 കേട്ടോ. നല്ല രസമുണ്ട്, എനിക്കിഷ്ടമാണ്. ഇവിടെ ഇപ്പോൾ ഗാർഡനൊക്കെ കുറച്ചുകൂടെ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കുട്ടികളുടെ പ്ലേ ഏരിയ ഒക്കെ കുറച്ചുകൂടി വിപുലീകരിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗാർഡൻ ഏരിയ വരുന്നത്. ഇറ്റ്സ് നൈസ്. നല്ല ഗ്രീനറി, കുട്ടികൾക്ക് കളിക്കാനും ഇരിക്കാനും ഒക്കെ. അത് കുറച്ച് ആ ഭാഗമൊക്കെ ഇങ്ങനെ ഒതുക്കിയിട്ടിരിക്കുകയാണ്. പാർട്ടിയൊക്കെ നടത്തുമ്പോൾ ശരിക്കും ഇവിടുന്ന് ആ ഡോറ്, ഈ ഒരു ഗ്ലാസ് ഡോർ അങ്ങ് തുറന്നിടും. അപ്പോൾ നല്ലതായിട്ട് ഇവർക്ക് ഓടി നടന്ന് ഒരു വലിയ ഏരിയ തന്നെ കിട്ടും. പാർട്ടി ഡേയ്സ്, മറ്റേ പാർട്ടിയൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഔട്ട്ഡോർ ചെയ്യുമ്പോൾ നല്ല രസമാണ്. ഇതൊക്കെ പ്രത്യേക തരം പലതരം പൂക്കളല്ല, ചെറിയ ചെടികളിലൊക്കെ ഉള്ള ചെറിയ കായെല്ലാം നോക്കിയേ. ഓറഞ്ച് കളറിലെ പൂക്കളല്ല കേട്ടോ, കായ്കൾ. സോറി, ചെറിയ നമ്മുടെ മഞ്ചാടി പോലെയുള്ള എന്ത് ഭംഗി അറിയോ. ഇതൊക്കെ ഓരോ സീസണലായിട്ട് ഉണ്ടാവുന്നതാണ്. ഇപ്പോഴത്തെ സീസൺ ഇതാണ്. സൂര്യനെ നോക്കൂ, ചന്ദ്രനെ പോലെ ഇരിക്കുന്നു. ഇനി ഉച്ച കഴിഞ്ഞ് മഴയൊക്കെ ഉണ്ടാവുമായിരിക്കും, അറിയില്ല. പെട്ടെന്ന് മാറും വെതർ.
ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് എഴുതി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബുക്കെല്ലാം എടുത്ത് പാർവതി എഴുതിക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഠിത്തം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 വയസ്സ് കംപ്ലീറ്റായി. ഇതൊക്കെയാണ് വിശേഷം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നാളെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് എടുക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ തിരിക്കും. മറ്റന്നാൾ ഏർലി മോർണിംഗ് നമ്മുടെ നാട്ടിലെത്തും. അപ്പോൾ കൊടുമോളെ കാണാം വീണ്ടും. ഇവിടുന്ന് പോകുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട്. കുറേ ദിവസം കഴിഞ്ഞ് കുട്ടികളെ കണ്ടിട്ട് ഒരു അടുപ്പമൊക്കെ വന്നു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പോകാറാകും. പക്ഷെ അവിടെ ഒരാൾ കാത്തിരിക്കുന്നുണ്ട്, കൊടുമോളും അനുക്കുട്ടിയും. അപ്പോൾ 2 പേര് കാത്തിരിക്കുക. പിന്നെ ബോയിച്ചേട്ടനുണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പക്ഷെ അത് അവരെല്ലാം യൂസ്ഡ് ആണ് ഞാനിങ്ങനെ പോകുന്നതും വരുന്നതും ഒക്കെ. ഒരു പതിവുള്ള കാര്യം തന്നെയല്ലേ, എപ്പോഴും വീട്ടിലുള്ള ആളല്ലോ. പക്ഷെ കുടുംബങ്ങളുടെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഒരാഴ്ചയോളം മാറി നിൽക്കുന്നത്. ഒരു 2-3 ദിവസത്തിൽ കൂടുതൽ ഞാൻ മാറി നിന്നിട്ടില്ല ഇതുവരെ. കുഞ്ഞ് ജനിച്ച സമയം തൊട്ട് കൂടെ ഉള്ള ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ നാട്ടിൽ പോയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. കീപ്പ് ഓൺ ലവിങ്, കീപ്പ് ഓൺ സപ്പോർട്ടിങ്. നിങ്ങളുടെ സ്നേഹമൊക്കെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും സന്തോഷവും ഊർജ്ജവും എല്ലാം. അപ്പോൾ ആ ഒരു സ്നേഹം തൊട്ടറിയുന്നുണ്ട് ഞാൻ നല്ലോണം. യൂട്യൂബ് ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം, ഓക്കെ, നമ്മുടെ വീട്ടിലെ അംഗങ്ങളെ പോലെയാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ മാഞ്ചസ്റ്ററിൽ നിന്ന് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാനുള്ള സമയമില്ല. ഞാൻ പറഞ്ഞില്ല, ഹാർഡ്ലി 5 ഡേയ്സാണ് ഞാനിവിടെ ഉള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും വന്നാൽ എല്ലാം കൂടിയാണ് 7 ദിവസം. വളരെ കുറച്ച് ചുരുങ്ങിയ സമയമുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഡിസംബറിൽ തിരിച്ച് വരുന്നുണ്ട്. അനുക്കുട്ടിയും കുടുംബങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും വരും. എന്നാണെന്ന് ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ക്രിസ്മസ് ഇവിടെ ചെയ്യണം എന്നാണ്, ഇവിടെ തന്നെ സെലിബ്രേറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പറ്റുമെങ്കിൽ കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.